ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. തീത്തോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായി ഇരിക്കണം എന്നുള്ള പദമാണ്. ഈ വാക്യത്തിലൂടെ പൗലോസ് തീത്തോസിനോട് പറയുന്നത്, വൃദ്ധന്മാർ വളരെ ഗൗരവത്തോടു കൂടെ ജീവിക്കുന്നു എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ അംഗീകാരം അവർക്ക് ലഭ്യമാവുകയുള്ളൂ എന്നുള്ള ആഴമേറിയ ചിന്തയും പഠിപ്പിക്കലുമാണ്. നമ്മുടെ അരമനാഥനും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ നാം ദൈവവചനത്തിലൂടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ 4 പ്രധാനപ്പെട്ട രംഗങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത്, ഒരു പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. എന്നാൽ അല്പം കൂടെ മുന്നോട്ട് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, നല്ല ആരോഗ്യവാനായ കോമളത്വമുള്ള ഒരു യൗവനക്കാരനായ വ്യക്തി, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല മനുഷ്യസ്നേഹിയായ വ്യക്തിയായിട്ട് യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും അല്പം കൂടെ മുന്നോട്ട് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം നാം പഠിച്ച് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വളരെ ക്രൂരമായി മർദ്ദനമേറ്റ, കണ്ടാൽ തൻ്റെ വ്യക്തിത്വവും ആളത്വവും ഒന്നും തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ താൻ ശരീരം മുഴുവൻ മുറിവേറ്റവനായി, ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത തലത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രീകരണം കൂടിയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെയൊക്കെ യേശു കർത്താവിൻ്റെ ലഭ്യമായ അംഗീകാരങ്ങളും പദവികളും ആരാധനകളും ഒക്കെ ഉണ്ട്. അതും യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ 4ാമത് യേശു കർത്താവിനെ കാണുന്ന ഒരു ചിത്രീകരണമുണ്ട്. ആ ചിത്രീകരണം എന്ന് പറയുന്നത്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ, അവൻ്റെ തലമുടിയൊക്കെ വെളുത്ത പഞ്ഞി പോലെയും അതല്ലെങ്കിൽ ഹിമത്തെപ്പോലെ വെള്ളയായിരിക്കുന്ന അനുഭവങ്ങളും, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, ഉലയിൽ ചുട്ടു പഴുപ്പിച്ച കാല് തുടങ്ങിയിട്ടുള്ള ഒരു രൂപത്തിൽ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. വയോധികനായ, അധികാരം കൈപ്പേറിയ ഒരു മഷികയാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സഹായിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നതിൻ്റെ സാരം, പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു യേശുവിനെ കിട്ടിയതിനേക്കാൾ അതിലുപരി ആരോഗ്യവാനും ഒരു യൗവനക്കാരനും അതിനും ഉപരിയായ അംഗീകാരത്തേക്കാൾ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അംഗീകാരത്തേക്കാൾ വലിയ അംഗീകാരവും പദവിയുമാണ് ആ വാർദ്ധക്യത്തിൻ്റെ ഗൗരവത്തിൽ നിൽക്കുന്ന, അധികാരം കൈപ്പേറി നിൽക്കുന്ന യേശുവിന് ലഭ്യമായത് എന്നുള്ളതാണ്. ആകയാൽ ഈ ദൈവവചനത്തിൽ പൗലോസ് പറയുന്നത്, പ്രായത്തിനൊത്ത് ഗൗരവത്തോടു കൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ സാധിക്കണം. അതിന് എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രായത്തിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ. അതും ഞങ്ങൾക്ക് നന്മയ്ക്ക് കാരണമായി തീരണമേ. ദൈവം സഹായിക്കുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.